കേരളത്തിൻ്റെ തെക്ക് നിന്നും വടക്കോട്ടും തിരിച്ചും തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഭാരതപ്പുഴ ഏറ്റവും വിശാലതയിൽ കാണാൻ കഴിയുന്നത് ഈ പാലത്തിൽ വച്ചാണ്. നാല് വ്യത്യസ്ത പാതകൾ കൂട്ടിമുട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂറിനോട് ചേർന്നുള്ള റെയിൽവേ മേൽപ്പാലം. പുഴയ്ക്ക് കുറുകെ ഒരു പുതിയ പാലം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഷൊർണൂരിൽ നിന്നും കിഴക്കോട്ടും പടിഞ്ഞാറേക്കും നിളയ്ക്ക് സമാന്തരമായാണ് റെയിൽവേ പാളം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കരിവണ്ടികൾ കൂകിപ്പാഞ്ഞിരുന്ന സ്റ്റീം എഞ്ചിൻ കാലത്ത് ജലലഭ്യത പ്രധാനമായിരുന്നതിനാലാകാം ബ്രിട്ടീഷുകാർ പറളി മുതൽ തിരുനാവായ വരെയുള്ള പാളം പുഴയോട് ചേർത്തുവച്ചത്. ഷൊർണൂരിന് കിഴക്ക് പുഴയ്ക്കരികിൽ ഭാരതപ്പുഴ എന്നു പേരുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ടായിരുന്നു. പാസഞ്ചർ ട്രെയിനുകളുടെ ആ ഹോൾട്ട് സ്റ്റേഷൻ ലാഭകരമല്ലാത്തതിനാൽ പിന്നീട് പൊളിച്ചു നീക്കി. റെയിൽവേയോളം തന്നെ ഷൊർണൂരിൻ്റെ പെരുമയിൽ പങ്കുണ്ട് ഭാരതപ്പുഴയ്ക്കും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുഴയ്ക്കൊപ്പം പടിഞ്ഞാറേക്കുള്ള വഴി ഷൊർണൂർ നഗരസഭയുടെ ഭാഗമായ മുണ്ടായ ഗ്രാമത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അവിടെ വെച്ച് പുഴ വടക്കോട്ട് തിരിയുന്ന വളവിൻ്റെ തീരത്താണ് വി.ടി. ഭട്ടതിരിപ്പാട് ശാന്തിക്കാരനായി ജോലി ചെയ്തിരുന്ന മുണ്ടായ അയ്യപ്പക്ഷേത്രം. തീയാടി പെൺകുട്ടിയിൽ നിന്നും വി.ടി. 17-ാം വയസ്സിൽ ആദ്യമായി അക്ഷരം പഠിച്ച് മാൻമാർക്ക് കുട എന്ന പത്രപരസ്യം കൂട്ടി വായിച്ച സ്ഥലം. വെള്ളസാരിക്ക് നീല കസവുകര പോലെ ഒഴുകിപ്പോകുന്ന പ്രവാഹത്തിൽ നിന്നും വെള്ളം മുക്കി തലയിൽ ചൂടിയ തുണിത്തെരികയിലും ഇടം കൈയിലുമായി ചുമന്നുകൊണ്ട് കുഴഞ്ഞ മണലിൽ കൂടി ക്ഷേത്രത്തിലേക്ക് പുഴയിൽ നിന്നും കയറിപ്പോയിരുന്നതിനെക്കുറിച്ച് കണ്ണീരും കിനാവുമെന്ന ആത്മകഥയിൽ വി.ടി. എഴുതിയിട്ടുണ്ട്. ആ പടവുകൾക്ക് താഴെ നീല കസവുകര പോലെ ഒഴുകിയ പുഴ എന്ന് വി.ടി. എഴുതിയ സ്ഥലത്ത് മണലെടുത്ത ആഴക്കുഴികളാണ് ഇന്നുള്ളത്. മുണ്ടായയ്ക്ക് പടിഞ്ഞാറ് പരുത്തിപ്രയിലും ഇതുതന്നെയാണ് പുഴയുടെ സ്ഥിതി. പുഴയ്ക്കക്കരെ തൃശ്ശൂർ ജില്ലയിലെ പള്ളം, പല്ലൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് മനുഷ്യർ പുഴയും മണലും താണ്ടി ഓട്ടുകമ്പനികളിൽ തൊഴിലു തേടിപ്പോയിരുന്ന വഴി കൂടിയാണിത്. ഇരുകര കാണാൻ കഴിയാത്ത വിധം ആ വഴികൾ ഇന്ന് കാടുമൂടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പരുത്തിപ്രയിൽ താമസിക്കുന്ന താച്ചുമ്മയുടെ കുടുംബവും ഇവിടേക്ക് ആദ്യമെത്തുന്നത് പല്ലൂരിൽ നിന്നും പുഴ മുറിച്ചു കടന്നാണ്. പണ്ട് കാലങ്ങളിൽ എൻ്റെ ഉമ്മയുടെ വീട് പല്ലൂരാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് ഇവിടെ നെടുങ്കോട്ടിലാണ്. അപ്പോൾ അന്ന് ഉമ്മ ദിവസേന ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ പല്ലൂർക്ക് പോകും. മഴക്കാലത്ത് ഫുള്ള് വെള്ളമാണ്, തോണി ഉണ്ടാവും. വേനൽക്കാലത്ത് കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, എന്നാലും നില അടക്കാൻ പണിയാവും. മണലാണെച്ചാൽ ഫുള്ള് മണൽ, അന്ന് പുല്ലില്ല, ഒന്നുമില്ല. മണല് നമ്മളിങ്ങനെ പുഴ കടക്കുമ്പോൾ കാലൊക്കെ പൊള്ളിയിട്ടേ ഞാൻ തലയിലത്തെ തട്ട ഊരിയിട്ടിട്ടാ കാല് പൊള്ളിട്ട് അങ്ങനെ മണല അങ്ങോട്ട് നടന്ന് ഇങ്ങനെ കുഴച്ച് പോകാൻ ഭയങ്കര പ്രയാസമാണ്, കാലൊക്കെ കടയും. പിന്നെ നമ്മൾ വെള്ളത്തിൽ കൂടെ പോവുകയാണെന്ന് വെച്ചാൽ, നടന്ന് പോവുകയാണെന്ന് വെച്ചാൽ നമ്മൾ ദൂരേക്ക് ആ കോഴിപ്പാറ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ മണൽ ഇങ്ങനെ വെയിലിന്റെ ചൂടോണ്ടേ അങ്ങനെ ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ പോകും. തോണി കിട്ടണമെങ്കിൽ നമ്മളിവിടെ കൂക്കണം, അത്രയും ദൂരാ തോണി നിൽക്കുക ആ കടവില്.
കൂക്കിയാൽ അവിടുന്ന് കൂക്കിയാൽ ഇങ്ങോട്ട് കൂക്കും, ഇവിടുന്ന് കൂക്കിയാൽ അങ്ങോട്ടും, അങ്ങനെയാണ് പോവുക. പിന്നെ ഇവിടെ ഒരു ഓട്ട് കമ്പനി ഉണ്ടായിരുന്നു തെക്കേ റോട്ടിൽ. ആ ഓട്ട് കമ്പനിയിലേക്ക് കൊണ്ടയൂർ ഭാഗത്തുനിന്ന് ഒരുപാട് ജോലിക്കാർ, സ്ത്രീകളാണെച്ചാലും പുരുഷന്മാരാണെച്ചാലും വന്നിരുന്ന് തോണി കാണും. തോണി ഫുള്ള് ആൾക്കാരാവും വൈകുന്നേരം 5 മണിക്കും രാവിലെ. അപ്പോൾ അവരിങ്ങനെ ഓരോ ചോറ്റും പാത്രമൊക്കെ തൂക്കി രാവിലെ, ഞാൻ എൻ്റെ വീട് അവിടെയാണ്, അവിടെ എന്നറിയാം മുണ്ടായെന്ന് തിരിയണ റോഡിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ കുട്ടിയല്ലേ, ഞാൻ ഇതിങ്ങനെ നോക്കി നിൽക്കും. ചിലവർ ഇമ്മനായിട്ട് പരിചയം പല്ലൂക്കാരല്ലേ. നല്ല രസമുള്ളൊരു കാലമായിരുന്നു. പിന്നെ മണൽ കോരൽ, പിന്നെ ഒരു 10-40 ആൾക്കാരൊക്കെ ഈ കടവിലുണ്ടാവും. പിന്നെ ആ കോഴിപ്പാറ കടവിലും അതേപോലെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭർത്താവ് 2 കൊല്ലം ഗൾഫിൽ നിന്നാൽ 2 കൊല്ലം നാട്ടിലാണ് വിസിറ്റിങ്ങിനാ പോവുക. അപ്പോൾ വന്നാൽ മൂപ്പര് ഒരു ചായക്കട ഇടും, വേറെ ഒരു ജോലി അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു കട ഈ പരുത്തിപ്പുറയിലുള്ളൂ. എല്ലാവരും ഭക്ഷണം കഴിക്കുക അവിടുന്ന്. മണൽ കോരൽ നല്ലോണം ഉണ്ടായിരുന്നു. ഈ പല്ലൂര് ഭാഗത്തുനിന്നും ആൾക്കാരും കോഴിപ്പാറ ഭാഗത്തുനിന്നും. അപ്പോൾ കണ്ടമാനം മണൽ കോരി പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലം. ഇവിടെ മണൽ കോരുന്ന ദേശമംഗലം വഴിക്കാൻ പോവുക. അമ്പലം കണ്ടില്ലേ, അവിടുത്തെ ആ അമ്പലത്തിന്റെ അതിനൊരു വഴി കണ്ടോ, അതിനാണ് ദേശമംഗലം വഴി പല്ലൂരത്തെ മണൽ പോവുക. കോഴിപ്പാറ ഈ ഭാഗത്തുനിന്ന് സ്കൂളിന്റെ മേലെ കൂടെ മണൽ കോരിട്ട് അവരാണ് നമുക്ക് ഭക്ഷണത്തിനുണ്ടാവുക കൂടുതൽ. ആ ലോറിയും കോഴിപ്പാറ യൂണിയൻകാരൊക്കെ അവരൊക്കെ ഈ മണൽ കോരിയിട്ട് ജീവിച്ചിരുന്നവരാ. പക്ഷെ മണൽ നിർത്തിയപ്പോൾ അവരൊക്കെ ആകെ ഒന്നുമില്ലാണ്ടായി. പിന്നെ കുട്ടികളൊക്കെ എടുത്തിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ പോലീസുകാർ പിടിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പിന്നെ ഇവിടെ മഹാദേവമംഗലം ശിവന്റെ അമ്പലം അവിടെ ഉള്ളത്. അപ്പൊ അവിടെ നിറയെ പാർത്ത് നമ്മൾ കുളിക്കാറുണ്ട്. സ്ത്രീകൾക്ക് കുളിക്കാൻ വേറെ കടവ്, പുരുഷന്മാർക്ക് കുളിക്കാൻ വേറെ കളവൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ ഉപ്പ രാത്രി മീൻ പിടിക്കാനും അല്ലെങ്കിൽ ഈ ഇളനീരിന്റെ ബിസിനസ്സാ, അതിന് പോവാത്ത ദിവസം പകല് പോയിട്ട് അത് വലിയ വലിയ മീൻ കിട്ടും. അപ്പൊ ഈ കല്ലിന്റെ ഉള്ളിൽ ചൂണ്ടൽ കൊടുക്കുകയാണ്. കണ്ടമാനം മീൻ പിടിച്ചിട്ട് ആൾക്കാർ ജീവിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെറിയച്ഛനും മീൻ പിടുത്തക്കാരനാ. അവര് ജീവിത മാർഗം അതന്നെയായിരുന്നു, മീൻ പിടിച്ചിട്ട്. നല്ലോണം ഇപ്പോഴല്ലേ മീൻ ഇല്ലായുള്ളൂ. അന്ന് നല്ല നല്ല മീനൊക്കെ കിട്ടിയിട്ട് അവര് കൊണ്ടുവരും. പിന്നെ മണലൊക്കെ പരത്തിയിട്ട് ഒരു കയറുമ്മ കോർത്തിട്ടൊക്കെ കൊണ്ടുപോയിട്ട് ഞാനൊക്കെ അടുത്ത വീട്ടിലൊക്കെ കൊണ്ടുകൊടുക്കും. ഇവിടെ മുണ്ടായ സോമൻ നായർ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഞാൻ കൊണ്ടുകൊടുക്കും. അങ്ങനെ നല്ലൊരു രസമുള്ളൊരു കാലം. ഇപ്പൊ എന്താ രസമുള്ളത്, ഈ പുഴയിൽ നിറയെ പുല്ലും കാടും. എൻ്റെ കുട്ടിക്കാലത്ത് എന്താണെന്നറിയോ, എവിടെയും വെള്ളം വളരെ കമ്മിയാണ്. അപ്പം ഞങ്ങളുടെ ഈ ഭാഗത്തുള്ളവർ ഫുള്ള് തിരുമ്പാൻ പായും കാലം എല്ലാതും കെട്ടിയിട്ട് പുഴയിൽ പോയിട്ടാണ് കുളിക്കുക. മണലിൽ ഇങ്ങനെ പായ. അപ്പം മുസ്ലിംസിനൊരു വേറെ പ്രത്യേകതയാണ്. കാരണം അവർ ആരും കാണരുത് എന്നുള്ള ഒരു ഇതിലുള്ള കുളിയാണ് അന്ന്. പല്ലൂർ ഫുള്ള് മുസ്ലിംസ്, അവരൊക്കെ അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. ഒന്നില്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് പിടിപ്പിക്കും അങ്ങനെ, അല്ലെങ്കിൽ എന്തേലും വടി കുത്തി തറച്ചിട്ട്, മണലല്ലേ വടി കുത്തി തറച്ചിട്ട് അങ്ങനെ ചുറ്റും എന്തേലും തുണി അതിൽ തന്നെ കുളിക്കുള്ളൂ. ആലിന്റെ അപ്പുറത്ത് പാമ്പങ്കാവ് കണ്ടില്ലേ, അതിന്റെ അപ്പുറത്താണ് പുരുഷന്മാര് കുളിക്കുക. ഇപ്പുറത്തെ അമ്പലത്തിന്റെ താഴത്ത് തമ്പുരാന്മാര് കുളിക്കും. അതിന്റെ അപ്പുറത്ത് സ്ത്രീകള്, ഷാരുടിമാര്, സ്ത്രീകള്, അവരും ഞങ്ങളൊക്കെ കൂടി ഞങ്ങൾ കുളിക്കും. പേടിയാ ചാടാനൊക്കെ, പേടി അത്രയും വെള്ളം. ഇപ്പൊ സുഖമില്ല കേട്ടോ. ഇപ്പൊ ഈ ചെറിയ കുട്ടികളൊക്കെ കുറച്ചൊക്കെ മീൻ പിടിച്ചിട്ട് വരും, അങ്ങനെയല്ല. വേറെ അത്ര രസമുള്ള കാലല്ല ഇപ്പൊ. ഇപ്പൊ ആൾക്കാർക്ക് പോത്ത് ബിസിനസ് നല്ല രസാ. പുഴയില് എല്ലാരും പോത്തിനെ വളർത്തവിടെ. അവിടെ കൊണ്ടുപോയിട്ട് പുല്ലില് കെട്ടിയ കാരണം വെള്ളമുണ്ട്, അവരെ കുളിയും കുടിക്കലും ഒക്കെ ഒന്ന് കഴിയല്ലോ. പിന്നെ ഇപ്പൊ എന്താ വെച്ചിട്ട് അപ്പൊ വെള്ളം ഇല്ലാണ്ട് നടന്നിട്ട് അക്കരെ കടക്കാം. ആ അക്കരെ കടന്ന ഒരു ചാലിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. അവിടെയാണ് ആ കോഴിപ്പാർന്ന് പെണ്ണുങ്ങൾ വന്നിട്ട് ഇപ്പൊ അവിടെ കുളിക്കുന്നത്. നല്ലൊരു രസമുള്ള കാലമായിരുന്നു കേട്ടോ. ആ കാലൊന്നും ഇനി കിട്ടില്ല. പരുത്തിപ്രയിലെ പാണ്ഡികശാല കടവിൽ വെച്ച് പഴയ പുഴയോർമ്മകൾ പങ്കുവെച്ചത് KP പ്രസന്നകുമാറാണ്. പുഴയിലൂടെ തേങ്ങയും മറ്റ് പലചരക്ക് സാധനങ്ങളുമായി വള്ളങ്ങളെത്തിയിരുന്ന പാണ്ഡികശാല കടവിൻ്റെ പഴയകാലം അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഓർമ്മകളിലുണ്ട്. അന്ന് വിശാലമായ മണൽപ്പരപ്പിലൂടെ കാരകൊട്ടുന്ന വള്ളുവനാടൻ നാടൻ കളി കളിച്ച് അവർ നടക്കുമായിരുന്നു. മണൽപ്പൂടെ കള്ളംപാറ വരെ പോകും. അവൾ തിരിച്ചും ഉണ്ടായ അങ്ങനെയുള്ളൊരു ഇപ്പോഴേക്കും അതിൻ്റെ നിരന്ന് ഇങ്ങനെ കാണാം. ഉൾവനാട് ഏരിയയിലൊക്കെ വേണം. ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ടത്. ഉൾവനാട് ഏരിയയിലാണ് പ്രാമുഖ്യം. ഹോക്കിയുടെ കളി അതിൻ്റെ വേറെ രൂപ പണ്ട് കാലത്തിലായിരുന്നു. ഹോക്കി അങ്ങനെയാണല്ലോ, നമ്മൾ ഈ കൊക്കിമാരുള്ളൊരു ഭാഗങ്ങളുണ്ടല്ലോ. പരുത്തിപ്ര മഹാദേവമംഗലം ശിവക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് എന്നും പുഴയിൽ കുളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഒഴുക്കില്ലാത്ത ഈ വെള്ളത്തെ പേടിച്ച് അദ്ദേഹം പുഴയിലിറങ്ങാറേയില്ല. ഒരു 6 കൊല്ലമായിട്ടുള്ള ആ പുഴയിൽ കുളി നടത്തി. മറ്റേത് ദിവസം രാവിലെ അതായത് അമ്പലത്തിലെ കഥവിൽ അവിടെ ഇറങ്ങി കുളിച്ചു.
4 മണിയാകുമ്പോഴേക്കും പോകും. 4-4:30 ആകുമ്പോഴേക്കും അവിടെ നിന്ന് കുളിച്ച് കുമ്പളിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 10-10:30-12 മണിയാവും തിരിച്ചു പോയാൽ. അമ്പലത്തിൽ ജോലി ഉണ്ടായി പറഞ്ഞത് സ്ഥിരമായിട്ട് പോയി 2 നേരം, രാവിലെ മാത്രം 2 നേരം, രാവിലെ വൈകുന്നേരം കുളിച്ചിട്ടാണ്. 4 മണിക്ക് ഇവിടുന്ന് പോകും. 5 മണിക്കാണ് അവിടെ പാട്ട് വെച്ചു. കുളി കഴിഞ്ഞ് കയറി അമ്പലം തുറന്നിട്ട് കടലിൽ പോയോട് കൂടെ വെള്ളത്തിൽ പല അഴുക്കുകളും കാര്യങ്ങളും വരാൻ തുടങ്ങി. അത് മാത്രമല്ല പല അസുഖങ്ങളും ഇത് കുളിക്കുക എന്തോ ഒരു ഇതിന്ന് പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. മണൽവാരൽ സജീവമായിരുന്ന കാലത്ത് യൂണിയൻ തൊഴിലാളിയായിരുന്നു മുണ്ടായയിലെ ഉണ്ണികൃഷ്ണൻ. 90 തൊഴിലാളികൾ വരെയുണ്ടായിരുന്ന മുണ്ടായക്കടവിലെ മണൽക്കടത്തിൻ്റെ തീവ്രത ഉണ്ണികൃഷ്ണേട്ടൻ വിവരിച്ചു. അപ്പോൾ അന്നത്തെ അവസ്ഥയിൽ ഈ പുല്ല് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല, വെറും മണൽ ഫ്ലൈനായിട്ട് മണലിനെ അവിടുന്ന് ഇവിടുന്ന് നോക്കി അങ്ങോട്ട് ക്ലീനായിട്ട് കണ്ട അവസ്ഥയായിരുന്നു. കയറ്റി പോയത് ഞാനടക്കം യൂണിയനിലിട്ടായിരുന്നു, നമ്മളുടെ കയറ്റി വിട്ടായിരുന്നില്ല. അത് അന്നത്തെ അവസ്ഥ അതാണ്. ഇന്നത്തെ അവസ്ഥ ഈ രീതിയിലായി. അതിലിറങ്ങി ഇങ്ങനെ വരും, അങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വന്നിട്ട് ബ്രേക്ക് എടുത്താണ്. ലോറി പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ട്രാക്ക് മാറ്റിടുക, വീല് കൊടുത്തിട്ട് അതിൽ 2-3 ബോട്ട് ഒരു ലോഡ് ചെയ്യുക. 10 മിനിറ്റൊക്കെ മതി. 10 മിനിറ്റ് ഒരു നാഷണൽ പെർമിറ്റ് വണ്ടിയൊക്കെ ലോഡ് ചെയ്യുന്നത്. 5 ഒരു വണ്ടി 10-90 ആളുണ്ടായിരുന്നു ഈ ഏരിയയിൽ. അതേമാതിരി പറ്റിക്കുള്ള 10-35 ആൾ അവിടെ ഉണ്ടായിരുന്നു. എന്നും ഒരു കണക്കിന് വണ്ടിയാണ് വരുന്നേ. തമിഴ്നാട് ഒരു വേരിച്ചാമി എന്ന് പറഞ്ഞിട്ട് ആണ് കണ്ടെടുത്തേക്ക്. മണൽപ്പരപ്പ് വെള്ളം സംഭരിച്ചു വെക്കുന്നതിനെക്കുറിച്ചുള്ള പഴയ പുഴയറിവുകളും അദ്ദേഹം പങ്കുവച്ചു. ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഈർപ്പം എപ്പോഴും ഉള്ളു. അതാണ് താത്തുമ്പോൾ വെള്ളം വരുന്നത് ഈ ഹൈറ്റ്. കുറച്ച് കഴിഞ്ഞാൽ തെളിയും, മണ്ണൊക്കെ ഊരിപ്പോവും. ഞങ്ങൾ ഇങ്ങനെ കുഴി കുത്തിയിട്ട് ഈ ഫസ്റ്റിലൊക്കെ തേവ് കളയും. ഇന്നലെ കുടിച്ചിട്ടുണ്ട്. മണ്ണ് വെള്ളം വലിക്കുന്നതാണ് അതിങ്ങനെ വലിക്കുന്നത്. ഇപ്പോൾ മണൽ എത്ര ഉണ്ടെങ്കിൽ അത്രയും മണ്ണ് വെള്ളം മേലോട്ട് ഉണ്ടാവും. തന്നെയാണ് കുറച്ചുകൂടി താഴ്ച വരുന്നത്. പുറത്ത് എത്ര ഈർപ്പം നിൽക്കണമെങ്കിലേ അതിനെ വെച്ച് ഇങ്ങോട്ട് കിട്ടും. മണല് പോയി തൊഴില് പോയതോടെ കൃഷിയിലേക്ക് തിരിഞ്ഞ ഉണ്ണികൃഷ്ണേട്ടൻ തെളിമയുള്ള പുഴക്കാലം തിരിച്ചു വരണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. പുഴ ഇവിടെ മരണാവസ്ഥയിലാണെങ്കിലും പരുത്തിപ്രയിലെ പുഴയോര പാടശേഖരങ്ങളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ ഇന്ന് പൊട്ടിമുളയ്ക്കുന്നുണ്ട്. ജൈവകർഷകരായ KP ഇല്യാസിൻ്റെയും ക്ഷമികയുടെയും നേതൃത്വത്തിൽ പുഴത്തീരത്ത് നടക്കുന്ന നാടൻ നെൽവിത്തനങ്ങളുടെ സംരക്ഷണമാണ് അത്. ഞാറ് പാകിയിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടാണ് പറിച്ച് നട്ടിരിക്കുന്നത്. 1 സ്ക്വയർ മീറ്റർ അകലവും 1 സ്ക്വയർ മീറ്റർ ഉള്ളിലുമാണ് ഈ വിത്തുകളെല്ലാം ഇരിക്കുന്നത്. ഇതിൽ തന്നെ പലതരം ഉപയോഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഇനങ്ങളുണ്ട്. അതിൽ നമുക്ക് അറിയാപ്പോൾ നമ്മൾ സാധാരണ ചോറിന് എല്ലാ ദിവസവും ചോറിനെടുക്കാവുന്ന തവളക്കണ്ണനോ കുറുവയോ അങ്ങനെയുള്ള ഇനങ്ങളുണ്ട്. അതേസമയം തന്നെ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന നവര, രക്തശാലി, അതുപോലെ കണ്ണിച്ചെന്നല്, ചെന്നല്, വലിയ ചെന്നല് അങ്ങനെയുള്ള ഇനങ്ങൾ. പിന്നെ സെൻറ്റഡ് വെറൈറ്റിയുള്ള ഗന്ധകശാല, ജീരകശാല, മുള്ളൻകഴമ അങ്ങനെയുള്ള മണമുള്ള ഗന്ധമുള്ള ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഇനങ്ങളുണ്ട്. ബസുമതി അടക്കമുള്ള ഇനങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ അവിലിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, മലരിന്, പായസത്തിന്, പലഹാരത്തിന്, അങ്ങനെ ഇഡ്ഡലിക്കാണെങ്കിൽ ദോശയ്ക്കാണെങ്കിലൊക്കെ പറ്റിയ പല വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ നമ്മുടെ ഈ ഒരു കൃഷിയിടത്തിൽ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നെൽവിത്ത് എന്ന് പറയുന്ന നെൽകൃഷി എന്ന് പറയുന്നത് വെറും ഈൽഡ് ഓറിയൻറ്റഡ് ആണ്. വിളവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒന്നല്ല. നമ്മൾ പരമ്പരാഗതമായിട്ട് തന്നെ പല ആവശ്യങ്ങൾക്കായിട്ടാണ് അരി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
ആ ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടി മാത്രമായിരുന്നു. നമ്മൾ പുതിയ വിത്തുകൾ വന്നപ്പം ഹൈബ്രിഡ് വിത്തുകൾ കൂടുതലും വിളവിനെ കേന്ദ്രീകരിക്കുകയും പൊക്കം കുറഞ്ഞത് കൂടുതൽ ഹാർവസ്റ്റ് ഏറ്റവും നന്നായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രമായിട്ട് കേന്ദ്രീകരിക്കുകയും ചെയ്തപ്പോൾ ഈ വൈവിധ്യം മുഴുവൻ ഇല്ലാതെ ഈ പറയുന്ന നാടൻ വിത്തുകളുടെ വൈവിധ്യം, അതിൻ്റെ രുചിയും അതിൻ്റെ നിറവും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. പരുത്തിപ്പറയിൽ നിന്നും വീണ്ടും പടിഞ്ഞാറോട്ട് പുഴയ്ക്കൊപ്പം പോകുമ്പോൾ കാരമണ്ണപ്പാലം കഴിഞ്ഞാൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കാം. 2019 യാഥാർത്ഥ്യമായ ഈ പാലമാണ് ഷൊർണൂരിൽ നിന്നും പുഴയോരത്തൂടെ ഒരു വഴി പടിഞ്ഞാറേക്ക് തുറന്നത്. കാരമണ്ണയ്ക്കടുത്തുള്ള ഈ പ്രദേശത്ത് വെച്ചാണ് ഭരതൻ സംവിധാനം ചെയ്ത വെങ്കലം സിനിമയിലെ രംഗങ്ങൾ 1992 നിറപ്പുഴയിൽ ചിത്രീകരിക്കുന്നത്. ഞാൻ പോയി കണ്ടിട്ട് പറയാം. അച്ഛമ്മ എവിടെ? എന്നോട് വേഗം വീട്ടിലേക്ക് വരാൻ. എന്തിനാ? ഓ, ഒന്നും അറിയില്ല, പാവം. ഏട്ടനാള് ഭയങ്കര കള്ളന. ചെങ്ങണാങ്കുന്നിൽ തടയണയുള്ളതുകൊണ്ട് ഓങ്ങല്ലൂരിലെ കാരക്കാടിന് താഴെ പുഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. കീഴായൂർ നമ്പ്രം വഴി പിന്നെയും പടിഞ്ഞാറേക്ക് പോയാൽ പട്ടാമ്പിയിലെത്തും. അപ്പോഴേക്കും പുഴക്കാഴ്ചകൾ വീണ്ടും കാടുകെട്ടും. പണ്ട് പുഴയുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ പിന്നീട് മണലിൻ്റെ പേരിനോട് ചേർത്ത് വെച്ച പട്ടണമാണ് പട്ടാമ്പി. ഇവിടെ നടന്ന അതിരൂക്ഷമായ മണൽക്കൊള്ള തടയാൻ ശ്രമിച്ച പലരും ഇപ്പോഴും നിരാശ കൈവിടാതെ പട്ടാമ്പി പുഴയ്ക്ക് കാവലായുണ്ട്. ഹുസൈൻ തട്ടത്താഴത്ത് അക്കൂട്ടത്തിലൊരാളാണ്. എൻ്റെ ഒന്നും ഓർമ്മയിൽ നമ്മുടെ പുഴയിൽ ഒരിടത്ത് പോലും ഒരു പുൽനാമ്പ് പോലും മുളച്ചു വന്നിരുന്നില്ല. കാരണം അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മീതെ മണലുണ്ടായിരുന്നു. ആ മണലിൻ്റെ മീതെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കാട്, ഇപ്പോൾ പുഴയല്ല, ഭാരത കാടായി മാറിയിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഇപ്പോൾ പുതിയ പാലം വരുന്നതിൻ്റെ അവിടെ ആയിരുന്നു പട്ടാമ്പിയിലെ കടത്ത് തോണി ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോയിരുന്നത് അങ്ങനെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും ആഴം അന്ന് പുഴക്കുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ശരിക്കൊന്നും മുണ്ട് പൊക്കി പിടിച്ചാൽ കടന്നു പോകാവുന്ന തരത്തിലായിരുന്നു. കാരണം മണലിഷ്ടം പോലെ കിടക്കുന്നു. ഒരു ഭാഗത്തും നമുക്ക് ഇത് ഉണ്ടായിരുന്നില്ല. നീന്തൽ പഠിക്കാൻ ഇതിനൊന്നും കുട്ടികൾ പുഴയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഭയപ്പെട്ടിരുന്നില്ല. ഞങ്ങളിങ്ങനെ പുഴയിലേക്ക് വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് 4 മണിക്ക് ശേഷം വരും. വന്നാൽ ഈ കാണുന്ന ഇടങ്ങളിലെല്ലാം പച്ചക്കറി തോട്ടങ്ങളാണ്. വെള്ളരിക്ക പൂവൽ പോലുള്ള പച്ചക്കറി ഉണ്ടാക്കൽ, കുമ്പളങ്ങ, പടവലങ്ങ, ഇങ്ങനെ ചെറിയ ചെറിയ പന്തൽ കെട്ടി അതിൽ കൈപ്പക്ക, അങ്ങനെ ചീര, ഇതെല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വൈകുന്നേരം വരുമ്പോൾ ഇവിടെ ഉള്ള നമ്മളുടേതായ വേണ്ടപ്പെട്ടവരും പറയുന്ന കർഷകർ നമ്മളെ വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തരും. അല്ലെങ്കിൽ അവർ കാണാണ്ട് നമ്മൾ മെല്ലെ പോയിട്ട് കക്കരിക്ക പൊട്ടിച്ച് കഴിക്കും. എന്നിട്ട് കൂടുതൽ തളരുമ്പോൾ നിങ്ങൾക്ക് നോക്കി ഇപ്പോൾ ഈ കാണുന്ന മണൽ മാന്തിയാലും വെള്ളം കിട്ടും. ഞങ്ങളിത് മണ്ണ് മാന്തും, ആദ്യം കിട്ടുന്ന വെള്ളം തട്ടിക്കളയും. പിന്നെ ഒരു പ്രാവശ്യം കൂടി മാന്തുമ്പോൾ ഒന്നും കൂടി വെള്ളം വരും, അതും തട്ടിക്കളഞ്ഞ് മൂന്നാമത് കിട്ടുന്ന വെള്ളം ഏറ്റവും ശുദ്ധമായ വെള്ളമായിട്ട് നമുക്ക് കുടിക്കാൻ കഴിയും. എന്ത് ടേസ്റ്റുള്ള വെള്ളം എന്നറിയാം. നമ്മുടെ പട്ടാമ്പി പാലം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇത് പാലല്ല, കോസവേയാണ്. ഇതിൻ്റെ നിർമ്മാണം തന്നെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന മണലിൻ്റെ മീതെ കൂടെ വരുന്ന വെള്ളം കവർ ചെയ്ത് ഇപ്പുറത്ത് പോകണം എന്നുള്ളതാണ് ഇതിൻ്റെ നിലപാട് തന്നെ. കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സും വീഡിയോസും എല്ലാം ഈവൻ സിനിമകളിലടക്കം നമുക്ക് കാണാൻ പറ്റും പട്ടാമ്പി പാലം എങ്ങനെ നിൽക്കുന്നു. ചില കല്യാണ ആൽബത്തിലെല്ലാം കാണാം. അതിൽ നമ്മളിതാ ഈ കാണുന്ന കമാനം പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇതാ പാലത്തിൻ്റെ അടിത്തട്ടിൽ പാലം തൂങ്ങി നിൽക്കുന്നൊരവസ്ഥ പോലും നമുക്ക് അതിൻ്റെ അടിയിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഉണ്ടായിരുന്ന മണലെല്ലാം എടുത്തു പോയതാണ്. ഇത് നാട്ടുകാരായ ആൾക്കാരുടെ ചെറിയ ചെറിയ നിർമ്മാണത്തിന് വേണ്ടി എടുത്തു പോയതാണ്. ഈ കാര്യം കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം പോയത് വാളയാറിനപ്പുറവും മംഗലാപുരത്തേക്കും അങ്ങനെ ഇതര സംസ്ഥാനങ്ങളിലെ പട്ടാമ്പി പോലുള്ളൊരു പട്ടണത്തിലെ എല്ലാ വേസ്റ്റും, എല്ലാ തരത്തിലുള്ള വേസ്റ്റും വന്നെത്തുന്നൊരിടമായിട്ട് പട്ടാമ്പി പുഴ മാറിയിരിക്കുക. ഇപ്പോൾ ഇവിടെ ആകെ കാണുന്നത് എന്താണെങ്കിലുള്ള കൃഷി, കുറച്ച് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും പൊള്ളാച്ചിയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും എല്ലാം രാജസ്ഥാനിൽ നിന്നെല്ലാം കുറച്ച് പോത്തിനെ കൊണ്ടുവരും.
ഈ കാട്ടിലിട്ടിട്ട് അവർ വളർത്തും. ഒരു വർഷം കഴിഞ്ഞാൽ അവരത് വിൽക്കും. അവരിവിടെ നാശാക്കുന്ന, വൃത്തികേടാക്കുന്ന, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഭാഗം. ഏകദേശം ഈ പാവർട്ടി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം തൃശ്ശൂർ ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളും എന്ന് പറയാം. കാരണം ചാവക്കാട് ഭാഗത്തെല്ലാം ഉപ്പ് വെള്ളമാണ്. അവിടേക്കെല്ലാം പമ്പ് ചെയ്യുന്ന പമ്പ് ഹൗസ് 2 കിലോമീറ്റർ മാത്രം അപ്പുറമേ ഉള്ളൂ. ഈ പട്ടാമ്പിയിലെ മലിനജലമാണ് അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കാട് പിടിച്ച് പുഴ നശിച്ച് പുഴയ്ക്ക് വെള്ളം വന്നാൽ ഇതിൻ്റെ മീതെ തള്ളി നിൽക്കും. ഈ തള്ളി നിൽക്കുന്ന വെള്ളം ഇപ്പം നമ്മൾ പണ്ടത്തെ മാതിരില്ല, അതിവർഷമാണ് എന്ന് പറഞ്ഞാൽ പണ്ട് പെയ്തിരുന്നതിൻ്റെ 10 ഇരട്ടി സ്പീഡിൽ മഴ പെയ്യുന്നു, പിന്നെ നിൽക്കുന്നു. ആ വരുന്ന സമയത്ത് എല്ലാം കൂടി വന്നിട്ട് ഇത്തരം തടസ്സങ്ങളിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് തള്ളുന്നതാണ് ഇപ്പോൾ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചും കൊണ്ട് മണലെടുക്കാനുള്ളൊരു കാരണമാക്കിയിട്ട് പുതിയ പുതിയ പഠിത്തങ്ങളും കണ്ടുപിടുത്തങ്ങളാക്കിയിട്ട് വരുന്നത്. അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ മണലെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പരമ്പരാഗത രീതിയിൽ മണൽ തൊഴിലാളിയെ കൊണ്ട് ഇടിപ്പിക്കുക എന്ന് പറഞ്ഞ് ഞാനൊരു പ്രസ്താവന ഇറക്കുണ്ടായി. അതും ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇവർ ഇറക്കാൻ പാടാത്ത മെഷീൻ ഇറക്കി വലിയ ഹിറ്റാച്ചി JCB എല്ലാം ഇറക്കിയിട്ടാണ് ഇവിടുന്ന് മണൽ കോരിയെടുക്കാൻ തയ്യാറാവുന്നത്. മണൽ തൊഴിലാളികൾ അവർ വെറും തൊഴിലാളികളായിട്ട് തന്നെ നിന്നു. പക്ഷേ അതിനെ വിറ്റ് കാശാക്കിയവർ വലിയ വലിയ മുതലാളിമാരായി. ഇവിടെ ഇനി എടുക്കാനൊന്നുമില്ല. ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ പുഴ എന്നുള്ളത് വെറും പേരായി മാത്രം മാറും. അപ്പം നിങ്ങൾക്കറിയാം, പുഴയ്ക്ക് വേണ്ടി ഇത്തരം ഒരു വേദിയിൽ സംസാരിച്ചതിൻ്റെ പേരിൽ 1 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞ ചില വ്യക്തികളെയും കമ്പനികളെയും എടുത്തു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പുഴയെക്കുറിച്ച് നല്ലത് പറയാൻ തയ്യാറാകുന്നവരെ ഒതുക്കി തീർത്ത് പുഴയെ വീണ്ടും വീണ്ടും നശിപ്പിക്കുക. മഴ കനക്കുന്ന കാലത്ത് ഭാരതപ്പുഴയ്ക്ക് കവിഞ്ഞൊഴുകാൻ പാകത്തിൽ 1966 നിർമ്മിച്ച കോസ്വേ പാലത്തിന് സമാന്തരമായി പട്ടാമ്പിയിൽ പുതിയ വലിയ പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പട്ടാമ്പിക്ക് മാത്രമല്ല, ഭാരതപ്പുഴയ്ക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നിർമ്മിതിയാണ് ഇവിടെ ഉയരുന്നത്. ഒരു നൂറ്റാണ്ടിലേറെക്കാലം പുഴയിലെ നീരൊഴുക്കിനെ തൊട്ടറിഞ്ഞ പാലമായിരുന്നു 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഷൊർണൂർ ചെറുതുരുത്തി പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച കൊച്ചിപ്പാലം. ജൂൺ 2 ആദ്യ ചരക്ക് തീവണ്ടിയും ജൂലൈ 16 യാത്രാവണ്ടിയും പിന്നാലെ മോട്ടോർ വാഹനങ്ങളും മലബാറിൽ നിന്നും കൊച്ചി രാജ്യത്തിലേക്ക് ചുങ്കം കൊടുത്തുപോയ ഈ പാലം 2003 മുതൽ അടഞ്ഞുകിടക്കുകയാണ്. സംരക്ഷിക്കാനാകാതെ പിന്നീട് പലതവണ തകർന്ന ഈ ചരിത്രശേഷിപ്പ് നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള നിളയോർമ്മകളുടെ നിശബ്ദ സാക്ഷി കൂടിയാണ്. നിലംപതിക്കാറായ പഴയ നിർമ്മിതികളെപ്പോലെ കാലം കൈയൊഴിഞ്ഞ ഓർമ്മയായി നിളയും ഇവിടെ നിർജീവമായി തളം കെട്ടി നിൽക്കുന്നുണ്ട്.